ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജു, ഞാൻ കാല് പിടിക്കാം. നീ നിന്റെ വാശി ഒന്ന് അവസാനിപ്പിക്കും. സാറിത് എന്തൊക്കെയാ കാണിക്കുന്നത്? ശരി, ഞാൻ വരാം. വേണുട്ടാ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. നിങ്ങളെന്താ ഇവിടെ വന്ന് തനിച്ചു നിൽക്കുന്നേ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അംബിക മാഡം നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ല അല്ലാതെ, ഞാനൊന്നും മാറി നിൽക്കാന്ന് കരുതി. ആ, അതാ ഇപ്പൊ നന്നായത്. ദേ രാജുവിനെ അവര് ദേവിയുടെ മുമ്പിലേക്ക് ഇപ്പൊ കൊണ്ടുവരുന്നാ പറഞ്ഞേ. നിങ്ങളൊന്ന് വേഗം വന്നേ. ഞാൻ വരുന്നില്ല രാധേ, നീ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. ഇവിടെ നിൽക്കാനോ? അപ്പോ അവിടെ നടക്കാൻ പോകുന്നൊന്ന് നിങ്ങക്ക് കാണണ്ടേ? ആ ചടങ്ങ് നമ്മുടെ മകൻ തന്നെ ചിലപ്പോ മുടക്കൂന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അത് ശരി, നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ, വർമ്മ സാറ് നിങ്ങളെ രണ്ടുപേരെ അന്വേഷിക്കുന്നുണ്ട്. ദേ വന്നേ ഇങ്ങോട്ട് വാ. നീ വാടാ, നമുക്ക് പ്രതാപനടുത്തേക്ക് പോവാം. വാ. അതൊന്നും ശരിയാവില്ല. രാജു പ്ലീസ് പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞല്ലേ ഋതു മോളെ. ശേഖരേട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ വഴക്കാണെന്ന് ചേട്ടൻ അറിഞ്ഞോ? ഇല്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ മോളെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാലോ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ രാജു? എന്താ മോളെ? എന്താണെങ്കിലും എന്നോട് പറയേ. ഈ ചെറിയമ്മ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ചെറിയമ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എന്താ രാജു ഇത്? ഈ അവസാന നിമിഷത്തില് രാജു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? രാജു ഇത്രയും സ്വാർത്ഥനാണെന്ന് ഞാൻ ഓർത്തില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കാര്യം ഇത്രയും നിർബന്ധിച്ച് രാജുവിനോട് പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണെന്നും രാജുവിനോട് ഞങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടാണ് രാജുവിനോട് ഇതൊക്കെ പറയുന്നതെന്ന് രാജുവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? കഷ്ടാണ് രാജു. രാജു വിചാരിക്കുന്ന പോലെ രാജുവിനെ അവിടെ കൊണ്ടുപോയി ഋതുമോളെ കൂടെ നിർത്തി മംഗല്യപൂജയൊന്നും അല്ല അവിടെ നടത്താൻ പോകുന്നത്. കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നൊരു ചടങ്ങ്. ആ പൂജയില് കുടുംബത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഒരാള് കുടുംബത്തിന് നല്ലതുണ്ടാവണമെന്ന് മനസ്സിൽ കരുതി പൂജയ്ക്ക് നിന്നാലേ പൂജയ്ക്ക് ഫലം ഉണ്ടാവൂ. രാജു അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കേണ്ടത് ദീപക്കാ. ദീപക്കിനെ കൊണ്ട് അത് ചെയ്യിച്ച അവൻ കുടുംബത്തിനും പ്രതാപൻ ചേട്ടനും നല്ലത് വരണമെന്ന് അവൻ ചിന്തിക്കോ? രാജു തന്നെ ഒന്ന് പറയേ. ഇനിയൊക്കെ രാജുവിന്റെ ഇഷ്ടം. ഋതുമോള് വാ. രാജു, ഞാൻ കാല് പിടിക്കാം. നീ നിന്റെ വാശി ഒന്ന് അവസാനിപ്പിക്കും. സാറിത് എന്തൊക്കെയാ കാണിക്കുന്നത്? ശരി, ഞാൻ വരാം. ഈ അമിന മാഡം പറഞ്ഞ ശരിയാ. ദീപക് പൂജയ്ക്ക് നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് സമ്മതിക്കുന്നത്. അംബിക മേഡം, എന്തായി? രാജുവിനെ കൊണ്ട് സത്യം പറയിച്ചോ? എവിടെ? അവനെ ഒതുക്കാൻ കുറെ ഗുണ്ടകൾ ഇറക്കി നോക്കി, എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഗുണ്ടകളോ? രാജുവിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കിയോ? അയ്യോ, അതവന് പറഞ്ഞപ്പോ നാക്ക് പെശകിയതാ. അങ്ങനെയല്ല, ഏതോ കുറച്ച് ഗുണ്ടകള് പുഴയരികിൽ വെച്ച് രാജുവിനോട് എന്തോ പ്രശ്നം ഉണ്ടാക്കി. പ്രതാപൻ ഇടപെട്ട് അത് പരിഹരിക്കുകയും ചെയ്തു. ഈ ചടങ്ങിന്റെ കാര്യം എങ്ങനെയാ? മാഡം പറഞ്ഞതുപോലെ ഈ ചടങ്ങ് മുടങ്ങോ? അത് ശരി,
അപ്പൊ ഇതിനൊന്നും ഒരു ഉറപ്പില്ലാതെയാണോ നീ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ പോവാ, നീ ഉത്സവം കൂട്ടിട്ട് വന്നേക്ക്. അയ്യോ രുക്മിണി, പിണങ്ങി പോവല്ലേ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ എനിക്ക് വെറുതെ ഇവിടെ നിന്ന് ഉറക്കളയ്ക്കാനേ തലയ്ക്ക് വെളിവേടൊന്നുമില്ല. അമ്മേ, മാഡം പറയുന്നതല്ലേ, നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഞാൻ 1 മണിക്കൂർ നോക്കും. എന്നിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ മര്യാദയ്ക്കൊന്നെങ്കിൽ എന്റെ കൂടെ നീ വരണം. ഇല്ലെങ്കിൽ നീ എന്നെ പോകാൻ അനുവദിക്കണം. മനസ്സിലായോ? മനസ്സിലായി അമ്മേ. നീ വാ. എന്തൊരു അഹങ്കാരം അമ്മ ആ പെണ്ണുപിള്ളയ്ക്ക്. അമ്മ എന്തിനാ ഇങ്ങനെ അവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നത്? മുൻകോപികളുടെ വിവരദോഷികളുടെ മുന്നില് ഒന്ന് താഴ്ന്നു കൊടുത്തൊന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ വാ ദീപകെ. ദേവി, ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. രാജു അച്ഛന്റെ കയ്യിൽ നിന്ന് ഉടവാള് കയ്യിൽ വാങ്ങണേ. ഇവർക്കെന്താ ഇവിടെ കാര്യം? ആരെ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയേ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അമ്പിയമ്മേടായിരിക്കും. എന്താ സംശയം? ആ പെണ്ണുമ്പിള്ള തന്നെ ആയിരിക്കും. അവർക്കെന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ അമ്മേ. അതെ. രമ്യേ, നിങ്ങള് വന്നതേ അവർക്കങ്ങ് തീരെ പിടിച്ചില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ടെൻഷൻ അടിച്ചുക. ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് അവലക്ഷണം വരുന്ന വർത്തമാനോട് പറയല്ലേ. ദേവി, എന്റെ മകന് നല്ല ബുദ്ധി തോന്നിക്കണേ. അവൻ ഈ ചടങ്ങിന്റെ സത്യം മനസ്സിലാക്കി കഴിയുമ്പോ വർമ്മ സാറിനോട് ഇതിലൊന്നും പറയാൻ അവന് തോന്നിക്കല്ലേ.